കേരളത്തിലെ ഒരു ചൂടുള്ള ഉച്ചതിരിഞ്ഞ ദിവസമായിരുന്നു അത്. ഇടുങ്ങിയ ടൗൺ റോഡ് ജീവിതം കൊണ്ട് നിറഞ്ഞിരുന്നു. വിലകൾ വിളിച്ചു പറയുന്ന തെരുവ് കച്ചവടക്കാർ, വീട്ടിലേക്ക് മടങ്ങുന്ന സ്കൂൾ കുട്ടികൾ, ഗ്രാമങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന അവസാന ബസ് പിടിക്കാൻ ഓടുന്ന ഓഫീസ് ജീവനക്കാർ. ഈ കുഴപ്പങ്ങൾക്കെല്ലാം ഇടയിൽ തിരക്കേറിയ ജംഗ്ഷനിൽ ഒരു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് അലറിക്കരഞ്ഞു. യാത്രക്കാർ അകത്തേക്ക് കയറാൻ തിടുക്കം കൂട്ടുന്നതിനിടയിൽ പൊടി അതിന്റെ ചക്രങ്ങളിൽ ഉയർന്നു. ബസ് ഇതിനകം നിറഞ്ഞിരുന്നു. പുരുഷന്മാർ ബാഗുകളുമായി അകത്തേക്ക് തള്ളിക്കയറി. കുട്ടികളെ ചുമന്നുകൊണ്ട് സ്ത്രീകൾ വാതിലുകൾക്കിടയിലൂടെ ഞെരുങ്ങി. കണ്ടക്ടർ പതിവ് പരുഷമായ സ്വരത്തിൽ നിർദ്ദേശങ്ങൾ വിളിച്ചു. ഇത് ഒരേ ദൈനംദിന കാഴ്ചയായിരുന്നു. പക്ഷേ ഈ പ്രത്യേക ദിവസം അസാധാരണമായ എന്തോ ഒന്ന് പുറത്തുവരാൻ പോകുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു വൃദ്ധ പ്രത്യക്ഷപ്പെട്ടു. അവൾ ചെറുതും ദുർബലവും വ്യക്തമായി ക്ഷീണിതയുമായിരുന്നു. അവളുടെ സാരി പഴയതായിരുന്നു, പക്ഷേ വൃത്തിയായി ധരിച്ചിരുന്നു. മുടി നരച്ചതും ഒരു ബണ്ണിൽ കെട്ടിയതും. റെയിലിംഗിൽ പിടിക്കുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു. അവൾ ബസ്സിലേക്ക് എടുക്കുന്ന ഓരോ ചുവടും അവൾ കയറുന്ന ഒരു മല പോലെ തോന്നി. ആളുകൾ നോക്കി നിന്നു. ചിലർ അക്ഷമരും ചിലർ നിസ്സംഗരുമായിരുന്നു. ആരും സഹായം വാഗ്ദാനം ചെയ്തില്ല. ഒടുവിൽ ആ സ്ത്രീ ശ്വാസം മുട്ടി മുകളിലേക്ക് കയറി. സാരിയുടെ മൂലയിൽ കെട്ടിയ ഒരു ചെറിയ തുണി പേഴ്സ് അവൾ വഹിച്ചു. ആ പേഴ്സിൽ അവളുടെ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ആശുപത്രി സന്ദർശനത്തിനായി അവൾ സൂക്ഷിച്ചുവെച്ച് കുറച്ച് നാണയങ്ങൾ മാത്രം. വാതിലിനടുത്തുള്ള ആദ്യത്തെ സീറ്റിൽ അവൾ ശ്രദ്ധയോടെ താഴ്ത്തിയിരുന്നു. ഇരിക്കാൻ പോലും ഇനി ശക്തി ആവശ്യമില്ലാത്തതുപോലെ. പക്ഷേ അവളുടെ പോരാട്ടം അവസാനിച്ചിട്ടില്ല. കാരണം ഈ ബസ്സിലെ കണ്ടക്ടർ ഒരു ദയുള്ള ആളല്ലായിരുന്നു. അയാൾ ചെറുപ്പവും ഊർജ്ജസ്വലനും ഉച്ചത്തിലുള്ള ശബ്ദവും ഉള്ളവനായിരുന്നു. പക്ഷേ അയാളുടെ മുഖത്ത് ഊഷ്മളതയേക്കാൾ അരോചകത ഉണ്ടായിരുന്നു. അയാൾക്ക് യാത്രക്കാർ ആളുകളല്ല, അവർ വെറും യാത്രാക്കൂലിയും നമ്പറുകളും ടിക്കറ്റുകളും മാത്രമായിരുന്നു. ദാരിദ്ര്യം തന്നെ ഒരു കുറ്റകൃത്യമാണെന്ന് കരുതി സംശയത്തോടെ വൃദ്ധയെ അയാൾ ശ്രദ്ധിച്ചു. ടിക്കറ്റ് എടുക്കാൻ സമയമായപ്പോൾ അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ തന്റെ ചെറിയ പേഴ്സ് തുറന്നു വിരയ്ക്കുന്ന വിരലുകൾ കൊണ്ട് പതുക്കെ അവളുടെ നാണയങ്ങൾ എണ്ണി. നാണയങ്ങൾ അവന്റെ കൈയിൽ വയ്ക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ലജ്ജയോടെ താഴേക്ക് നോക്കി. അതെല്ലാം അവൾക്കുണ്ടായിരുന്നു. കണ്ടക്ടറുടെ മുഖം ഇരുണ്ടു. പണം കുറവായിരുന്നു. ടിക്കറ്റിന് 12 വിലയുള്ളപ്പോൾ 8 രൂപ മാത്രം. മറ്റാർക്കെങ്കിലും അത് ഒരു ചെറിയ കാര്യമാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് ആർപ്പുവിളിക്കാനും ദുർബലനായ ഒരാളുടെ മേൽ അധികാരം കാണിക്കാനുമുള്ള ഒരു അവസരമായിരുന്നു. ബസ്സിന്റെ ശബ്ദത്തേക്കാൾ അയാളുടെ ശബ്ദം ഉയർന്നു. യാത്രക്കാർ തലതിരിച്ചു. വൃദ്ധയെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്നും ശരിയായ യാത്രാക്കൂലിയില്ലാതെ യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അയാൾ ആരോപിച്ചു. അയാളുടെ വാക്കുകൾ മൂർച്ചയുള്ളതും അപമാനകരവുമായിരുന്നു. ബസ് സൗജന്യമായി ഓടുന്നുണ്ടെന്ന് അവൾ കരുതുന്നുണ്ടോ? ദയോടെ വാഹനത്തിന് ഇന്ധനം നൽകുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അയാൾ ഉറക്കെ ചോദിച്ചു. വൃദ്ധ കൂടുതൽ തല താഴ്ത്തി. അവൾ പതുക്കെ യാചിച്ചു. അവളുടെ ശബ്ദം കേൾപ്പിക്കാൻ പോലും സമയമില്ലായിരുന്നു. തന്റെ പക്കൽ പണമില്ലെന്നും ആശുപത്രിയിൽ എത്തേണ്ടതുണ്ടെന്നും അവൾ വിശദീകരിച്ചു. അവളുടെ ശരീരം ദുർബലമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ടും അവളുടെ വാക്കുകൾക്ക് അവനിൽ ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. കണ്ടക്ടർ കൂടുതൽ പരുഷമായി. അയാൾ അവളോട് ഉടൻ ഇറങ്ങാൻ പറഞ്ഞു. അവളെ സീറ്റിൽ നിന്ന് തള്ളിമാറ്റാൻ അയാളുടെ കൈ പോലും എത്തി. വീണുപോകുമെന്ന് ഭയന്ന് ആ വൃദ്ധ വിറച്ചു. റെയിലിംഗിൽ പിടിച്ചു. ബസ് മുഴുവൻ ഈ നിമിഷം കണ്ടു. ചില യാത്രക്കാർ ശ്വാസം മുട്ടി പിറുപിറുത്തു. ചിലർക്ക് ദേഷ്യവും മറ്റു ചിലർക്ക് സഹതാപവും തോന്നി. പക്ഷേ നിശബ്ദത ജനക്കൂട്ടത്തെ മൂടി. ആരും ഇടപെടാൻ ആഗ്രഹിച്ചില്ല. ചെറുപ്പക്കാർ ഫോണുകളിലും ഓഫീസ് ജീവനക്കാർ പത്രങ്ങളിലും തിരക്കിലായിരുന്നു. മറ്റുള്ളവർ കുഴപ്പത്തിൽ അകപ്പെടാൻ ആഗ്രഹിച്ചില്ല. സംസാരിക്കുന്നതിനേക്കാൾ കാണുന്നത് എളുപ്പമായിരുന്നു. വൃദ്ധ അപേക്ഷ തുടർന്നു. അവൾ കൈകൾ കൂപ്പി, ശബ്ദം വിറച്ചു, അല്പം മനുഷ്യത്വം മാത്രം ചോദിച്ചു. പക്ഷേ ദയക്കുപകരം അപമാനങ്ങൾ അവളുടെ മേൽ വർഷിച്ചു. കണ്ടക്ടർ അവളുടെ ദാരിദ്ര്യത്തെ പരിഹസിച്ചു. അവളുടെ കുട്ടികൾ അവളെ പരിപാലിക്കാത്തെന്തെന്ന് ചോദിച്ചു. സമൂഹം അവളുടെ ഭാരം ചുമക്കണമെന്ന് ചോദിച്ചു. ഓരോ വാക്കും ഒരു മുറിവ് പോലെയായിരുന്നു. അപരിചിതരുടെ മുന്നിൽ അവളുടെ അന്തസ് കീറിമുറിച്ചു. സമയം മന്ദഗതിയിലായതായി തോന്നി. ബസ് മുന്നോട്ട് നീങ്ങി. പക്ഷേ അകത്ത് രംഗം ഭാരമേറിയതും ശ്വാസം മുട്ടിക്കുന്നതുമായിരുന്നു. സ്ത്രീയുടെ കണ്ണുനീർ നിശബ്ദമായി ഒഴുകി. അവളുടെ ചുണ്ടുകൾ പ്രാർത്ഥനകൾ മന്ത്രിച്ചു. ചില യാത്രക്കാർ അവളുടെ കണ്ണുകളെ കാണാൻ ലജ്ജയോടെ തിരിഞ്ഞു നോക്കി. മറ്റുള്ളവർ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു. പിന്നെ ബസിന്റെ ഏറ്റവും പിന്നിൽ നിന്ന് ശബ്ദത്തിലൂടെ ഒരു ശബ്ദം ഉയർന്നു. ശാന്തവും സ്ഥിരതയുള്ളതും ആജ്ഞാപിക്കുന്നതും. അത് ഉച്ചത്തിലായിരുന്നില്ല, പക്ഷേ എല്ലാവരെയും തൽക്ഷണം നിശബ്ദമാക്കുന്ന അധികാരം അതിൽ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും തലകൾ തിരിഞ്ഞു. ഒരു മനുഷ്യൻ എഴുന്നേറ്റു. അവൻ ഉയരമുള്ളവനും ശക്തനും ശാന്തമായ ആത്മവിശ്വാസത്തോടെ സ്വയം വഹിച്ചു. അവന്റെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളതും അവന്റെ ഭാവം മൂർച്ചയുള്ളതുമായിരുന്നു. അവൻ മുന്നോട്ട് നടക്കുമ്പോൾ ബസ്സിലെ അന്തരീക്ഷം മാറി. അയാൾ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് അറിയാവുന്നതുപോലെ യാത്രക്കാർ സഹജമായി മാറിനിന്നു. വൃദ്ധ വിരയ്ക്കുന്ന രീതിയിൽ ഇരിക്കുന്ന മുൻവശത്തേക്ക് അയാൾ എത്തി. കണ്ടക്ടറുടെ കണ്ണുകൾ അയാളുടെ കണ്ണുകളുമായി ഇടഞ്ഞു. അവരിൽ കോപമില്ലായിരുന്നു. നിലവിളിക്കുന്നതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ഒരു തുളച്ചുകയറുന്ന ശാന്തത മാത്രമായിരുന്നു അത്. കൂടുതലൊന്നും പറയാതെ വൃദ്ധയുടെ തോളിൽ കൈവച്ച് അയാൾ അവളെ ആശ്വസിപ്പിച്ചു. തന്റെ ദയയും കണ്ടക്ടറുടെ ക്രൂരതയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധേയമായിരുന്നു. പിന്നെ നിശബ്ദതയിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദത്തിൽ ആരും പ്രതീക്ഷിക്കാത്തത് അയാൾ വെളിപ്പെടുത്തി. പോക്കറ്റിൽ നിന്ന് അയാൾ ഒരു തിരിച്ചറിയൽ കാർഡ് പുറത്തെടുത്തു. അതിൽ ഭാരവും അധികാരവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതിലെ അക്ഷരങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനം എഴുതിയിരുന്നു. പോലീസ് സൂപ്രണ്ട്.
ബസ് ശ്വാസം മുട്ടി. യാത്രക്കാർ ഞെട്ടിയ നോട്ടങ്ങൾ കൈമാറി. കണ്ടക്ടർ മരവിച്ചു. അവന്റെ അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് വറ്റിപ്പോയി. ഒരിക്കൽ വളരെ ഉച്ചത്തിൽ ആയിരുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി. കാലുകൾ വിറച്ചു. ആ മനുഷ്യൻ കണ്ടക്ടറെ നോക്കി ഉറച്ചു പറഞ്ഞു. നീ അപമാനിച്ച സ്ത്രീ, ഇത്രയും പേരുടെ മുന്നിൽ നീ അപമാനിച്ച സ്ത്രീ വെറുമൊരു യാത്രക്കാരിയല്ല, അവൾ എന്റെ അമ്മയാണ്. ബസിനുള്ളിൽ ഇടിമുഴക്കം പോലെ വാക്കുകൾ വീണു. നിശബ്ദത പാലിച്ചിരുന്ന യാത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളിൽ നാണം കത്തുന്നതായി തോന്നി. വൃദ്ധയുടെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ ചിലർ തല താഴ്ത്തി. കണ്ടക്ടറുടെ മുഖം വിളറി. കുറ്റബോധം കൊണ്ട് ശരീരം മരവിച്ചു. ഓഫീസറുടെ ശബ്ദം സ്ഥിരവും ശക്തവുമായി. ബഹുമാനം ഒരിക്കലും പണത്തെയോ രൂപഭാവത്തെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കരുതെന്ന് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ഓരോ അമ്മയും അന്തസ്സിന് അർഹനാണ്, ഓരോ മനുഷ്യനും അനുകമ്പിക്കാർഹനാണ്. നിയമങ്ങൾ ആവശ്യമാണ്, പക്ഷേ മനുഷ്യത്വമില്ലാതെ അവ അർത്ഥശൂന്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിശബ്ദതയെ തുളച്ചുകയറി അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എത്തി. ആ വൃദ്ധ മകനെ നോക്കി. അവളുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നനഞ്ഞു. പക്ഷേ ഇത്തവണ അത് വേദനയുടെ കണ്ണുനീർ ആയിരുന്നില്ല, അത് അഭിമാനത്തിന്റെ കണ്ണുനീർ ആയിരുന്നു. നിമിഷങ്ങൾക്ക് മുമ്പ് അവൾ അപമാനിക്കപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ അവളുടെ അന്തസ് പുനഃസ്ഥാപിക്കപ്പെട്ടു. അവളുടെ മകൻ ശക്തമായ ഒരു സ്ഥാനം വഹിച്ചതുകൊണ്ടല്ല, മറിച്ച് ഒരു മകൻ എന്ന നിലയിൽ അവൻ അവൾക്കുവേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ്. ബസ് മുന്നോട്ട് നീങ്ങി, പക്ഷേ ഉള്ളിലെ വായു വ്യത്യസ്തമായിരുന്നു. യാത്രക്കാർ നിശബ്ദമായി ഇരുന്നു, തങ്ങൾ കണ്ടതിനെക്കുറിച്ച് ചിന്തിച്ചു. കണ്ടക്ടർ മരവിച്ചു. മനസ്കുറ്റബോധത്താൽ ഭാരപ്പെട്ടു. തന്റെ പ്രവൃത്തികൾ ഏറ്റവും മോശമായ രീതിയിൽ തന്റെ യഥാർത്ഥ സ്വഭാവം തുറന്നുകാട്ടിയതായി അവനറിയാമായിരുന്നു. അന്ന് തിരക്കേറിയ ഒരു ബസിനുള്ളിൽ മറക്കാനാവാത്ത ഒരു പാഠം പഠിപ്പിച്ചു. ദാരിദ്ര്യം ബലഹീനതയല്ല, ദയയ്ക്ക് വിലയില്ല. ഓരോ ദുർബലമായ രൂപത്തിനും ഓരോ ചുളിവുള്ള മുഖത്തിനും പിന്നിൽ ഒരു കഥയും ഒരു ത്യാഗവും ബഹുമാനം അർഹിക്കുന്ന ഒരു അന്തസ്സും ഉണ്ടെന്ന് ആരും ഒരിക്കലും മറക്കരുത്. വൃദ്ധയുടെ മകൻ ആരാണെന്ന് ജനക്കൂട്ടം ഞെട്ടി. എന്നാൽ ഏറ്റവും വലിയ ഞെട്ടൽ സ്വന്തം നിശബ്ദതയെ തിരിച്ചറിഞ്ഞതായിരുന്നു. ആ ബസിനുള്ളിൽ മനുഷ്യത്വം പരീക്ഷിക്കപ്പെട്ടു. ഒരാൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ.